ദൈവകരങ്ങളിലേക്ക് തരികയാ. കടന്നു വന്ന ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് തരികയാ. ദൈവമക്കളെ ആലയത്തിലായിരിക്കുന്ന വിശ്വാസി ഭവനങ്ങൾ ജോലിക്ക് വാഹനങ്ങൾ ഓടിക്കുന്നവർ, ഇതര സ്ഥലങ്ങളിലേക്ക് ആയിരിക്കുന്നവർ, ഭവനത്തിൽ ജോലി ചെയ്യുന്നവർ, മറ്റ് ഇതര ജോലികളിൽ വേർപെട്ടവരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെയും തത്സമയത്ത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിപ്പാൻ സ്വർഗത്തിന് ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യാതൊരു അനർത്ഥങ്ങൾ സംഭവിക്കരുത് കർത്താവേ. അനർത്ഥം വ്യസനത്തിന് ഹേതുവാകരുത്. ദൈവ പ്രവർത്തിക്കുന്ന പകൽക്കാലം ഞങ്ങൾക്ക് ഇടയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശാന്തര അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശാസിക്കുകയാണ്. സ്വർഗ്ഗമംഗളം ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ആശ്വാസവും പാപബോധവും മാനസാന്തരത്തിലേക്കുള്ള വഴിയും പ്രസംഗത്തിൽ കൂടി ഒരുക്കും. എന്നാൽ പ്രസംഗത്തിൽ അന്ധകാര ശൃംഖലകൾ അഴിയത്തില്ല. എന്നാൽ അന്ധകാര ശൃംഖലകൾ അഴിയണമെങ്കിൽ പ്രാർത്ഥനയിലേ നടക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവരെ പിശാചിന് പേടിയാണ്. അത് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവർ ഇച്ചിരി കൂടി പേടിയാണ്. അപ്പൊ അതുകൊണ്ട് പട്ടണത്തിൽ പ്രാർത്ഥന വെളിപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അന്ധകാര ശക്തികളെ നമുക്ക് അഴിക്കുവാൻ കഴിയും. പ്രാർത്ഥനയാലും ആരാധനയാലും ഉപവാസത്താലും നമുക്ക് ദേശത്തെ പിടിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ വളരെ ആത്മസമർപ്പണത്തോടെ താകത്തോടെയാണ് സ്തോത്രം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയല്ല, സ്തോത്രം ബിൽഡിംഗ് വെക്കേണ്ടതല്ല, ഉപജീവന മാർഗത്തിന്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയല്ല, സ്തോത്രം മറ്റു ഇതര ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെ ജനം മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടിയ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നോക്കണേ, കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലേക്ക് ഉയർന്നു പോകുന്നതിന് തൊട്ടു മുമ്പേ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ആജ്ഞാപിച്ചത് സ്തോത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാ: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ശ്രദ്ധിക്കണം. ദൈവദാസന്മാരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. യേശു കർത്താവ് യേശുവിനെ പിതാവ് അയച്ച ഉദ്ദേശം 3.5 വർഷം കൊണ്ട് തികച്ചു. അതുകൊണ്ട് യേശുവിന്റെ മിനിസ്ട്രി 100% സക്സസ്ഫുൾ ആയിരുന്നു. യേശുവിന്റെ മിനിസ്ട്രി 60% ശതമാനമല്ല, 30% 60-30 മേനിയല്ല. യേശുവിന്റെ മിനിസ്ട്രി 100 മേനിയായിരുന്നു. 100% യേശുവിന്റെ മിനിസ്ട്രിയിൽ അപാകത പറയാൻ ഒരു തരി പോലും ചൂണ്ടിക്കാണിപ്പാൻ ഇല്ലായിരുന്നു. യേശുവിന്റെ കാലത്ത് 100%എങ്കിൽ അത് ശിഷ്യന്മാരുടെ കാലം വന്നപ്പോൾ 60%. നമ്മുടെ കാലം വന്നപ്പോൾ 60-ൽ നിന്ന് 30%ത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദാഹമുണ്ടായിരുന്നു. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെല്ലാം അവിടുത്തെ കോർഡിനേറ്റർ പല സ്തോത്രം സ്റ്റേറ്റുകളിലേക്ക് അവരെ അയക്കുക പതിവായിരുന്നു. തുച്ഛിതമായിട്ടുള്ള നന്മകൾ ക്രമീകരണങ്ങൾ ക്രമീകരിച്ച് ഗ്രാമങ്ങളിലേക്ക് വിടും. അവർ ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയി കർത്താവിനെ പ്രകീർത്തിക്കുകയും സാക്ഷ്യം പറയുകയും സഭകൾ വളരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആത്മദാഹമെല്ലാം കുറഞ്ഞു പോകാൻ ആളില്ല. 2 ദിനങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുന്ന തരത്തിന് പോകുവേൻ പോകാൻ ആളില്ലെന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എന്തിനാ? സഭയിൽ കൈകൊട്ടി പാടാൻ വേണ്ടിയാണ്. നമ്മുടെ മേൽ ആത്മാവ് വരുന്നത് കൈകൊട്ടി പാടേണ്ടതിനാ. നമ്മുടെ മേൽ ആത്മാവ് വരുന്നത് നൃത്തം ചെയ്യാൻ വേണ്ടിയാ. നമ്മുടെ മേൽ ആത്മാവ് വരുന്നത് ഒരു നേട്ടങ്ങൾക്കും വേണ്ടിയല്ല. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആത്മാവ് വരുന്നത്. എന്നാൽ ആത്മാവിനെ അയക്കുകയും ആത്മാവിനെ വരുത്തുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശമാണ് യേശുവിലൂടെ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ മേൽ ആത്മാവ് വരും. യേശുവിന്റെ മേലും ആത്മാവ് വന്നോ?
ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ആണ്. യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു അല്ലേ? യേശു വെറും സാധാരണ മനുഷ്യനായി നമ്മൾ സ്നാനമേറ്റതുപോലെ തന്നെ യേശു യോഹന്നാൻ സ്നാനമേറ്റു. യോഹന്നാൻ സ്നാനമേറ്റു. സ്നാനമേറ്റപ്പോൾ അവൻ യേശു ഇവിടെ ജനിച്ച് 33.5 വർഷം വരെ ജനിച്ചപ്പോൾ ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടെ അല്ല നടന്നത്. ആത്മാവിന്റെ ശക്തിയോടുകൂടി അല്ല പ്രസംഗിച്ചത്. പിന്നെയോ ആത്മാവിനെ നമ്മളെ പോലെ പ്രാപിക്കുകയായിരുന്നു. വളരെ മനസ്സിലാക്കണം. സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ വചനത്തിൽ പറയുന്നു ആകാശം പിളർന്നു, പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ യേശുവിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്നത് കൊണ്ടോ അല്ല കന്യകയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ആത്മാവ് വന്നെന്നല്ല, അവൻ പ്രാപിക്കുവാനിടയായി. അവൻ പ്രാപിച്ചു. വന്നത് പോയിട്ടില്ല കേട്ടോ. വന്ന ആത്മാവ് വസിച്ചെന്ന. ആ വസിച്ച ആത്മാവ് കൊണ്ടാണ് യേശു 3.5 വർഷത്തെ ശുശ്രൂഷ ചെയ്തത്. ഒരൊറ്റ ആത്മാവ് കൊണ്ട് 3.5 വർഷത്തെ ശുശ്രൂഷ. നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദേശത്ത് യെരൂശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, നഫ്താലി ദേശവും ശബൂലോൻ ദേശവും കടൽക്കരയും ജാതികളുടെ ഗലീലയും അങ്ങനെ ഇരുളിൽ കിടക്കുന്ന ദേശത്തിന്റെ മേൽ യേശുവിന്റെ 33.5 വർഷത്തിന്റെ ശുശ്രൂഷ 30 വയസ്സിൽ നിന്ന് ആരംഭിച്ചത് ആത്മാവിനെ പ്രാപിച്ചിട്ടാ. ആ ആത്മാവ് പ്രാപിച്ചവനായി 3.5 വർഷത്തെ ശുശ്രൂഷ അവസാനിച്ച ക്രൂശിൽ കയറുമ്പോൾ യേശു പറഞ്ഞ ഒരു ആദർശം ഉണ്ടായിരുന്നു. സകലതും നിവർത്തിയായി. യേശുവിന് 3.5 വർഷത്തെ ശുശ്രൂഷ ആത്മാവ് പ്രാപിച്ച യേശു ദൈവപുത്രനായിട്ടോ അല്ലെങ്കിൽ ദൈവിക അധികാരമുള്ളവനായിട്ടല്ല വന്നത്. നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന വലിയ ശുശ്രൂഷന്മാരെ കണ്ടു. അവരൊന്നും ഡയറക്റ്റ് ഇറക്കി കൊടുത്തിട്ട് പ്രാപിച്ചതല്ല, അവർ ഇരുന്ന് പ്രാപിച്ചതാ. പൗലോസ് പറഞ്ഞ പദം എന്താ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ ഏൽപ്പിക്കാൻ വിളിച്ചത് ദൈവം കൈ തരും. അപ്പോൾ ആവേശത്തിൽ യേശു കർത്താവിൽ നിന്ന് പ്രാപിച്ചു, തന്നെ അയച്ചവരിൽ നിന്ന് പ്രാപിച്ചു. പ്രാപിച്ച ഉദ്ദേശം വെറും 3.5 വർഷം കൊണ്ട് യേശു എന്ത് ചെയ്തു? 100 മേനിയായി ചെയ്തു. ചെയ്ത ശുശ്രൂഷയുടെ കൺക്ലൂഷൻ ആയിരുന്നു സകലതും നിവർത്തി. പിതാവ് അയച്ച ഉദ്ദേശം യേശുവിൽ കൂടി നിവർത്തിച്ചു. ഞാൻ നിങ്ങളോട് അതിനെ ആത്മാവിലൊന്ന് ചോദിക്കട്ടെ. നമ്മളും ഇതുപോലെ കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിയവരാ. നമ്മുടെ ശുശ്രൂഷ എത്രയോ സഭകൾ, എത്രയോ സംഘടനകൾ, എത്രയോ മേഖലകൾ മാറി കർത്താവിന്റെ വേല ചെയ്തു. ഹൃദയത്തിൽ നെഞ്ചോട് കൈ ചേർത്ത് പിടിച്ച് പറയാൻ കഴിയുമോ? ഞാൻ വന്നത് 1 വർഷമെങ്കിൽ 10 വർഷം മിനിസ്ട്രി ചെയ്തെങ്കിൽ എൻ്റെ മിനിസ്ട്രിയിൽ ദൈവം ഏൽപ്പിച്ചതിന് എനിക്ക് നിവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് അങ്ങനെ നിങ്ങൾക്ക് അഭിമാനകരമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ വിജയിച്ചു. പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോരായ്മ എവിടെയോ സംഭവിച്ചു. കർത്താവിൻ്റെ ഉദ്ദേശമല്ല, മറ്റെന്തോ ലാഭത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് സഹായം. യേശു നിവർത്തിച്ചുവെങ്കിൽ നമുക്കും നിവർത്തിക്കാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് പൗലോസും തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, തിമോത്തിയോസേ, നീ നിന്നെയും നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തുകൊള്ളണം. ഹല്ലേലൂയാ. ഞാനോ ഇതാ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ആമേശ്വര എൻ്റെ നിര്യാണം എപ്പോഴെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ നല്ല പൊരുതി, ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. ആ ഏൽപ്പിച്ച വിശ്വാസത്തെ ഞാൻ കാത്തു. ഹല്ലേലൂയ. 1 മാസം വിശ്വാസവും 2ാമത്തെ മാസം അവിശ്വാസവും അല്ല, എന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു. ആമേശ്വരം. ഹല്ലേലൂയ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവരിൽ പ്രിയം വെച്ചിരിക്കുന്ന അത് ലഭിക്കണം. ഇന്ന് പകൽക്കാലം നമുക്ക് മിനിസ്ട്രി വേണ്ടത് ഒരു ചലഞ്ചാണ്, ആത്മഭാവമാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് 3.5 വർഷത്തെ മിനിസ്ട്രി 100% മിനിസ്ട്രി ശിഷ്യന്മാർ കണ്ടതാ. ശിഷ്യന്മാർക്ക് പോലും ഒരു പോരായ്മ യേശുവിന് പറയാനില്ലായിരുന്നു. കാരണം എൻ്റെ ഗുരുവാകുന്ന ശിഷ്യന്മാർ കണ്ടു. കാരണം യേശു പറഞ്ഞതാണ്, നിങ്ങൾ ആത്മാവ് ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ ദൈവാസന എന്താ സംഭവിക്കുക? ശക്തി. അതുവരെ നമുക്ക് ഒരു ശക്തിയുമില്ല, ഒരു പവറുമില്ല. നമ്മുടെ കയ്യിലായിരിക്കുന്ന ആവേശോത്രം 3-4 തലത്തിലുള്ള കറൻസി ഉണ്ടല്ലേ. ഒന്ന് 500 രൂപയുടെ ഒരു കറൻസി,
രണ്ട് 200 രൂപയുടെ കറൻസി, 3 ആമേ പ്രൈസ് 100 രൂപയുടെ, 4 10 5 20ന്റെ കറൻസി ഇല്ലേ? ഈ എല്ലാ കറൻസികൾക്കും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. പ്രൈസലോ, ശക്തി ഉള്ളത് കൊണ്ട് അതിനൊരു വ്യാധി ഉള്ളത്, വ്യാധി പ്രൈസ് ഇല്ലേ? ആമേ സ്തോത്രം. ആമേ ഇത് ചെലവാക്കിക്കൊണ്ട് ഇവിടെ നിന്നും എനിക്ക് അമേരിക്ക വരെ പോകാം. കാരണം അതിനൊരു അതിനൊരു ശക്തിയുണ്ട്. ആ പേപ്പർ ആണെങ്കിലും അതിനൊരു പവറുണ്ട്. പവർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് അതിനൊരു പവർ ഉള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവദാസൻ ചായ ഇട്ട് തരാൻ വേണ്ടി പാല് മേടിക്കാൻ പൈസക്ക് ശക്തി ഉള്ളത് കൊണ്ട് ആ പാല് കിട്ടിയത്, ഇല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. വേറെ പേപ്പറായിട്ട് അത് അങ്ങനെ ഇരുന്നാൽ അതിനൊരു ശക്തിയുമില്ല. പലപ്പോഴും നമുക്ക് ശക്തിയില്ലാത്ത ആത്മാവായിട്ടായിരിക്കുന്നത്. എന്നാൽ യേശു തന്ന ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് ശക്തിയുണ്ടെന്ന് അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു. നിങ്ങൾക്ക് ചില നാളുകൾ കഴിയുമ്പോൾ ആത്മാവ് ലഭിക്കുമ്പോൾ അതിലങ്ങ് ശക്തി വേണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എനിക്ക് പരിശുദ്ധാത്മാവ് വന്നു നിന്ന് കോശി പാസ്റ്ററല്ല എന്നോട് പറയാനുള്ളത്. ഞാൻ ഇരിക്കുമ്പോൾ ആത്മാവ് വരികയും അതിന്റെ ശക്തി ഞാനാ തിരിച്ചറിയേണ്ടത്. ഞാൻ തിരിച്ചറിയുമ്പോഴാ എന്നെ ആര് വരയ്ക്കാതെ എനിക്ക് പോകാൻ കഴിയും. നമ്മൾ ആ ആത്മാവിനെ തിരിച്ചറിയണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അളവറ്റ വലിപ്പം എന്തെന്ന് ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ ആരും നിർബന്ധിക്കണ്ട. നമ്മുടെ കർത്തവ്യം പൗലോസ് പറഞ്ഞു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ആർക്ക് പറയാൻ കഴിയും? ആ ശക്തിയുടെ പൂർണ്ണത തിരിച്ചറിഞ്ഞ പൗലോസ്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അയ്യോ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് കണ്ടോ. ആരും നിർബന്ധിച്ചിട്ടല്ല, നിർബന്ധിച്ചിട്ട് 8-9 മാസത്തിന് മുമ്പേ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിച്ച് ഡേറ്റ് കൺഫേം ചെയ്ത് ദൈവദാസന്മാരെ വിളിച്ച് നിർബന്ധിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണം. ഞങ്ങൾ കണ്ടിട്ടില്ല, ഇവിടെ കടന്നു വന്ന് മുഖാമുഖമായി കാണുകയായിരുന്നു. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. അപ്പോൾ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരും. കേട്ടോ, കറൻസി വെറുതെ ഇരുന്ന കാര്യമില്ലേ, അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നിന്നെ എന്ത് ചെയ്യുന്നത്? അടുത്ത പദം വായിക്കുമ്പോൾ പറയുന്നു, വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ഒന്ന് ആ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നുണ്ടോ? യെരൂശലേമിൽ ശക്തി വന്നിട്ട് 3 സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. യെരൂശലേം, യഹൂദിയ, ശമരിയ, ലോകത്തിന്റെ അറ്റത്തോളം. ശക്തി തന്നവന്റെ സാക്ഷിയാകണമെന്നുള്ളത്. വളരെ സത്യം നിർഭാഗ്യവശാൽ ഈ ശക്തി ഉണ്ടെന്ന് പറയുകയും ഒന്ന് യെരൂശലേമിൽ പോലും സാക്ഷ്യമില്ല. യെരൂശലേം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? യഹൂദന്മാരോട് പറഞ്ഞ യെരൂശലേം യാക്കോബിന് കൊടുത്ത പേരായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. ആ ഇസ്രായേലിനകത്ത് അവർക്ക് ആരാധിക്കാൻ കൊടുത്ത മഹാരാജാവിന്റെ നഗരമായിരുന്നു യെരൂശലേം. ആ യെരൂശലേമിൽ യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരും വരെ നിങ്ങൾ ഇസ്രായേലും യെരൂശലേമിലും സഞ്ചരിച്ച് തീരത്തില്ല എന്ന്. എന്താ അതിന് നിങ്ങൾക്ക് അർത്ഥമാകുന്നത്? കേരളത്തെക്കാട്ടിയും വലിപ്പം കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് യെരൂശലേം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ സ്വന്തം 31 ഡിസ്ട്രിക്റ്റുകൾ തിരിക്കുമ്പോൾ ഒരു സംസ്ഥാനമാകുന്നത് പോലെ ഓരോ നമുക്കിവിടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഡിവൈഡർ ആകുമ്പോൾ ഒരു രാജ്യമാകുന്നത്. എന്നാൽ ഇസ്രായേൽ സംസ്ഥാനമായിട്ടല്ല തിരിക്കുന്നത്, 4 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് ഇസ്രായേലിനെ അറിയുന്നത്. ഹല്ലേലൂയ. ഈ 4 ഡിസ്ട്രിക്റ്റുകളും
കുറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ 24 മണിക്കൂർ കൊണ്ടോ ചുറ്റി സഞ്ചരിക്കാൻ കഴിഞ്ഞു തീരുന്ന നീളം മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലും ചെറിയതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞ നോക്കണം, മനുഷ്യപുത്രൻ വരുന്നത് വരെ നിങ്ങൾ ഇസ്രായേൽ യെരൂശലേമിൽ സഞ്ചരിച്ച് തീരത്തില്ലെന്ന്. അതങ്ങനെ സംഭവിക്കുന്നത് 12 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. സഞ്ചരിച്ച് തീരാൻ പറ്റുന്ന യെരൂശലേമിനെ കുറിച്ച് യേശു പറയുന്നത് മനുഷ്യപുത്രൻ വരവ് വരെ നിങ്ങൾ ചുറ്റി സഞ്ചരിച്ച്. ആ വാക്യം കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ 66 പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വാക്യമാണ്. വായിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. വായിച്ചവർക്കായി സ്തോത്രം. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ കർത്താവിനോട് ചില വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ അമ്മയോട് അപ്പനോട് പിണങ്ങുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ? അതുപോലെ കർത്താവിനോട് പിണങ്ങും. അങ്ങ് സമയങ്ങൾ വേർതിരിച്ചിരിക്കും. കർത്താവേ, ഇതെന്താ ഇതിന്റെ അർത്ഥം? എന്താ എനിക്കത് മനസ്സിലായില്ല. വെറും ഒരു 12 മണിക്കൂറോ 24 മണിക്കൂറോ ഉള്ള യെരൂശലേമിനകത്ത് കർത്താവ് പറയുന്നു, കർത്താവ് വരുന്നത് പോലെ നീ സഞ്ചരിച്ച് തീരത്തില്ലെന്ന്. എന്താ അത് അർത്ഥമാക്കിയത്? അപ്പോൾ കർത്താവ് ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചത് എന്താണെന്നറിയാമോ? മോനെ, അവൻ വരുന്നത് പോലെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ലെന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഈ വർത്തമാനമുണ്ടല്ലോ, നീ എവിടെയൊക്കെ അറിയിക്കുന്നുണ്ടോ അതല്ല യെരൂശലേമായി മാറുകയാണ്. ഏതൊക്കെ സംസ്ഥാനത്തെ രാജ്യത്ത് നീ അയക്കുന്നു അതല്ല മഹാരാജാവിന്റെ രാജ്യമായി തീരുകയാ. യെരൂശലേം സ്വർഗ്ഗം ഭൂമിയെ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയാകുന്ന മഹാരാജ്യത്തില് നമ്മുടെ 5 വൻകരകളിലും ഇന്നും മനുഷ്യപുത്രൻ വന്നാലും ചുറ്റിത്തീരാത്ത സുവിശേഷമെത്താത്ത അനേക ദേശങ്ങളുണ്ട്. മനസ്സിലായവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇന്നും അനേക സ്റ്റേറ്റുകൾ, അനേക ഇന്ത്യയുടെ 28 സംസ്ഥാനത്തിനകത്ത് ഇനിയും സുവിശേഷമെത്താനോ ഇനിയും ദൈവദാസന്മാർ കാണിക്കാനോ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞ ദൂത് ശരിയായോ? ദൂത് ശരിയായോ? ഇനിയും കർത്താവിന്റെ വരവ് പോലെ യെരൂശലേം നമ്മൾ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല. എന്നാൽ ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? ആത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിൽ പോകണം. ഈ യെരൂശലേം എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന യെരൂശലേം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ദേശം, നമ്മുടെ സ്വന്തം ദേശം. ഒന്ന്, നമ്മൾ ഏത് ദേശത്തു നിന്നും ജനിച്ച് ദൈവനാമത്തിൽ കയറി വന്നോ ആ ദേശത്ത് നമ്മോടുള്ള സാക്ഷി വലുതായിരിക്കണം. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വന്തം ദേശത്ത് എനിക്ക് നല്ല സാക്ഷിയുണ്ട്. അതിൻ്റെ അനുഭവത്തിൽ നിന്നും കൊടുത്തും കൊണ്ടാടിയും പൈശാചിക ശക്തികളെ കൊമ്പിട്ട് 33 കോടി ദൈവിക ശക്തികളുടെ മുൻപാകെ വണങ്ങി ജീവിച്ച എന്നെ പിതാവായ ദൈവം കണ്ട് അവന്റെ നാമത്തിൽ വചനമെടുക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ സ്വദേശത്ത് എനിക്ക് നല്ലൊരു സാക്ഷിയുണ്ടെന്നേ. ഞാൻ അറിയിക്കാത്ത മേഖലകളില്ല, സുവിശേഷം അറിയിക്കാത്ത മേഖലയില്ല. അവിടെ നിന്ന് സാക്ഷ്യം ലഭിച്ചപ്പോൾ കർത്താവ് യെരൂശലേമിലുള്ള സാക്ഷ്യം തന്നപ്പോൾ അടുത്ത സ്റ്റെപ്പ് എനിക്ക് തന്നു യഹൂദയിലേക്ക്. യെരൂശലേം സ്വന്തദേശം, 2 അയൽ ദേശമായിരിക്കുന്ന യഹൂദിയ എന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാനത്തിലോട്ട് നമ്മൾ കാൽ വെക്കണം. അത് കഴിഞ്ഞ ശേഷം അടുത്ത ശമരിയ അർത്ഥാത് ജാതികളുടെ പട്ടണത്തിലേക്ക് കാൽ വെക്കണം. അപ്പോൾ 1 യെരൂശലേമിൽ കാൽ വെക്കണം, 2 യഹൂദിയയിൽ കാൽ വെക്കണം, 3 ശമരിയയിൽ കാൽ വെക്കണം. അവിടെ കാൽ വെച്ച് തീർന്നു കഴിഞ്ഞാൽ അടുത്ത് വെക്കുന്നത് ഭൂലോകത്തൊക്കെയും. ടൂർ പോകാൻ വേണ്ടിയല്ല, ആത്മാവ് തന്നെ വെറുതെ ടൂർ പോകാനോ പണത്തിന്റെ ഹുങ്ക് കാണിക്കാനല്ല. യേശുവിന്റെ മനസ്സിനകത്തുള്ള ദാഹം വെളിപ്പെടേണ്ടതിന് ആര് പോകും? കറൻസി കയ്യിലുണ്ട്, അതിന് വിലയുമുണ്ട്. അഭിഷേകവും ആത്മാവിന്റെ ശക്തിയും വെച്ചുകൊണ്ട് വെറുതെ യെരൂശലേമിൽ ഇരിക്കുകയാണ്. യെരൂശലേം പോലും സാക്ഷ്യമില്ല. ബോർഡറിന്റെ അടുത്തുള്ള സ്ഥലത്ത് പോലും പോയി ദൈവത്തിന്റെ നാമത്തെ കീർത്തിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ യഹൂദിയിൽ പോകും? പിന്നെ എങ്ങനെ ശമരിയ പട്ടണത്തിൽ പോകും? പിന്നെ എങ്ങനെ ലോകത്തിന്റെ അറ്റത്തോടെ പോകും? കൃപയാ ആ ദൂത് നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അത് ഏറ്റെടുത്ത് കേട്ടോ. ഏറ്റെടുത്തിട്ട് 2011 2009 ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ 2011 ആണ്ട് സ്വർഗത്തിലെ ദൈവം മഹാദർശനം തന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ പോയി എല്ലാ സംസ്ഥാനത്തിന്റെയും ഓപ്പറേഷൻ ജില്ലകൾക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് അങ്ങനെ 2011 ലഭിച്ച ദർശനം 2024 ഇന്ത്യയുടെ 24 സംസ്ഥാനങ്ങൾ ഉപവാസത്തോട്
ഉപവാസത്തോടുകൂടി ആമേ കാൽ വയ്ക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. ഇത് ഓരോ വർഷത്തെ പ്രാർത്ഥനയാകട്ടെ. വെറുതെ ഉറക്കത്തിൽ വെളിപ്പാട് കണ്ട് വെളിവേടുകളിലൂടെ ഇറങ്ങി തിരിച്ചതല്ല. ആമേ ദർശനം കണ്ടിട്ട് ഒരു വർഷം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവമേ നിന്റെ സാന്നിധ്യം പോരുന്നില്ലെങ്കിൽ അയക്കരുത്. ഞങ്ങൾ പോകുന്നതിൽ ദൈവത്തിന് ഇഷ്ടമുണ്ടാകണം, ഇല്ലെങ്കിൽ നീ എന്നെ അയക്കരുത് എന്നുള്ള ഞങ്ങളുടെ ടീമിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും ഇന്നത്തെ പ്രാർത്ഥനകൾ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാ. ഇവിടെ ഞങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അവൻ മുഴുവൻ ഇന്ത്യക്കകത്തും ഞങ്ങളെ അറിയുന്ന ഇന്ത്യയുടെ പുറത്തുള്ള അയൽ രാജ്യങ്ങളിലും ഈ ദിവസങ്ങൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാ. ആ ദൈവദാസന്മാരുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കുടയ്ക്ക് കീഴിലാണ് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇവിടെ വിരലിൽ എഴുതുന്നതാണെങ്കിൽ ആമേ അൻഖിതമായി ആമേ ചുറ്റും ദൈവദാസന്മാർ സഹോദരിമാർ ആമേ പ്രാർത്ഥനയുടെ പകൽക്കാലം ആയിരിക്കുകയാണ്. തീർന്നില്ല. ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളിലും പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധനോ സഹായിച്ചു. അയൽ രാജ്യങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുക. എന്റെ ആമേ മിനിസ്ട്രിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആമേ ഇന്ത്യയുടെ ആമേ ഒരു സംസ്ഥാനമാകുന്ന പഞ്ചാബിൽ ഫിറോസ്പൂർ എന്ന് പറയുന്ന ആമേ ജില്ലയിൽ ഞങ്ങൾ ജലാലാബാദ് എന്ന് പറയുന്ന ആമേ ഗ്രാമത്തിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ ആമേ പാകിസ്ഥാൻ ബോർഡറാണ്. ഞങ്ങൾ പ്രൈസിലോ ഏകദേശം 10,000-ലധികമായി ജനങ്ങൾ കൂടി വരുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുകയാണ്. പ്രൈസിലോ ആമേ സ്ട്രീറ്റ് ലൈറ്റ്, അതായത് ബോർഡറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആമേ വെട്ടത്തിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ആമേ പ്രൈസിലോ തമിഴ്നാട്ടിൽ വന്ന ഒത്തിരി പട്ടാളക്കാരൻ ഞങ്ങൾക്ക് പിന്തുണയായി നിന്നത്. അങ്ങനെ അവിടെ നിൽക്കാൻ പാടില്ലെങ്കിലും ആമേ കേരളവും തമിഴ്നാടും ഒക്കെയാണ് സഹോദരന്മാരായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രേരണ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവിടുത്തെ ലോക്കൽ ദൈവദാസന്മാരുടെ ആമേ സഹകരണത്താൽ കേരളത്തിൽ വരുന്ന ദൈവദാസന്മാർ മീറ്റിംഗ് നടത്തുന്നത് പറഞ്ഞപ്പോൾ അവർ കുറച്ച് അനുവാദം തന്നു. ആമേ അവരുടെ ലൈറ്റിന്റെ വെട്ടത്തിൽ 1000-ഓളം ജനം തിങ്ങിപ്പാർക്കുന്ന ഗ്രാമത്തിന്റെ അകത്തളങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ വേല വളരുവാനിടയായി തീർന്നു. വർഷം തോറും പ്രേക്ഷകർ ഞങ്ങൾ അവിടെ പോകും. അലഹാബാദ്, യുപിയുടെ അലഹാബാദിന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ കുടുംബമായി ഇരുന്ന് ഞങ്ങൾ അവിടുന്ന് വർഷക്കാലം പോകും. അങ്ങനെ ഒരു ആമേ സുപ്രഭാതത്തിൽ ലുധിയാനയുടെ മണ്ണിൽ ആമേ കർത്താവിന്റെ നാമത്തിൽ അവിടെയുള്ള 18 ദൈവദാസന്മാർ കാണാനും മാസം ചെറിയ സപ്പോർട്ടുകൾ കൊടുക്കുവാനും ഒരു സുപ്രഭാതത്തിൽ ലുധിയാനയുടെ മണ്ണിൽ കാൽവെക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ പിടിച്ച് ആമേ പട്ടിയെ തല്ലും പോലെ തല്ലി. അതിൽ ഞാൻ അഭിമാനിക്കുന്നില്ല. തല്ലുകൊണ്ട് കഴിഞ്ഞപ്പോഴാ ആമേ ദർശനത്തിന്റെ പൂർണ്ണത എന്റെ പേര് അങ്ങോട്ട് വെളിപ്പെട്ടത്. അതുപോലെ ഉള്ളിലൊരു ഭയമായിരുന്നു. തല്ല് കിട്ടിയപ്പോൾ ആ ഭയം അങ്ങ് മാറി. ഞാൻ ഈ വാഹനം ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു നല്ല പഠിപ്പിക്കുന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ആക്സിഡന്റ് നടന്നിരിക്കണം, എങ്കിൽ മാത്രമേ ആ ആക്സിഡന്റിൽ കുറിച്ചുള്ള എന്താ പറയുന്നത്, ആ ഭയാനകമാകുന്ന ഒരു ഭയം നമ്മളിൽ നിന്ന് മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ അതുവരെ ആക്സിഡന്റ് എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കും. ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ആക്സിഡന്റ് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ പിന്നെ കണ്ണു അടച്ച് കണ്ടുപിടിക്കുന്നു എന്നതുപോലെ വേലയ്ക്ക് ഒരു ആടി ഉടിയൊക്കെ കിട്ടണമെന്നേ അത് കിട്ടിയ ശേഷം ഇപ്പൊ തല്ലു കൊള്ളാൻ കണക്കിനാ ദൈവം വേല ചെയ്യുന്നത്. ഡിസംബർ മാസം നല്ല പൊടിയ തണുപ്പാ. ചെവി അടക്കുക, അടി വെട്ടി ചിലർ പറഞ്ഞല്ലേ, കിളിയൊക്കെ എങ്ങോട്ടൊക്കെ പറന്നു പോയി. ഒരു കിളിയും ബഹളും ഒക്കെ കണ്ണൊക്കെ അന്ധകാരം നടന്നു ആടിച്ചു. പിന്നെ ഒരു ബോർഡർ ഭാഗത്തിട്ടൊക്കെ ചവിട്ടി കേട്ടോ. സന്തോഷം, കർത്താവിന്റെ നാമത്തിനൊക്കെ ചവിട്ട് കൊള്ളാൻ പറ്റിയത്. അപ്പൊ എവിടെയൊക്കെ ചവിട്ട് കൊണ്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എല്ലാം പാകം ഉണ്ടായിരുന്നു. എന്നെ ചവിട്ടാൻ ജാതികളുടെ ദൈവം ഏൽപ്പിച്ചു. അവിടെയൊക്കെ ഉടനെ മനസ്സപ്പെട്ടു. ചെവിക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി, ഈ ചെവി കൊണ്ട് ദർശനം കേൾക്കാതെ ലോകം കേട്ടുകൊണ്ട് നടന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഏറ്റെടുത്ത് കർത്താവെ കിട്ടിയതിനായി സ്തോത്രം. കാരണം കേൾക്കേണ്ടത് ചിലത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ണൊക്കെ അങ്ങ് മങ്ങിയപ്പോൾ മനസ്സിലായി, ഈ കണ്ണുകൊണ്ട് ദർശനം കാണാതെ നടന്ന ഒരു മണ്ഡലം, ഏൽപ്പിക്കാൻ പറ്റാത്ത മണ്ഡലം, അതൊക്കെ ഇരുട്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇറങ്ങിയപ്പോൾ ആ കണ്ണുകൊണ്ട് ദർശനം കണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കിയല്ലോ. നീണ്ട 6 മാസം വരെ ഇങ്ങനെ ഒഴുകി. വൈഫിന് അറിയത്തില്ലായിരുന്നു. പോയിട്ട് സ്വന്തം ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. ഞാൻ പറയും, എനിക്ക് വാങ്ങുമ്പോൾ പല്ലിക്കാനത്തിൽ വേദന
വേദന. ആമ ഇങ്ങനെ പറയുന്നത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണ തണുപ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ വേദന ഉണ്ടാകും, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആമ സ്വന്തം വെറുതെ എന്നെ കളിയാക്കി പറഞ്ഞു, ആമ പഞ്ചാബ് പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ വേദന എന്ന് പറയുന്നത്, ആരെയും പിടിച്ച് താങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടോ. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയും. പിന്നെ കൂട്ടുവേലക്കാരിയാണല്ലോ, പ്രാർത്ഥിക്കുന്നവരാണല്ലോ, മറച്ചു വെക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. ആമ സ്വന്തം വേദനയോട് പൊട്ടിക്കരച്ചതോടുകൂടി ആമ പ്രേക്ഷിച്ചു. ആമ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പനിടയായി തീർന്നു. ആമ കൃപയാൽ അകത്തുള്ള ആമ പ്രേക്ഷിച്ച ഞരമ്പുകൾക്കോ ആമ ഡയഫ്രത്തിനോ ആമ പ്രേക്ഷിച്ച തൊണ്ടകൾക്കോ യാതൊരു ദോഷം വന്നിട്ടില്ല. ആമ സ്വന്തം ആ അടിയോടുകൂടി ഞാൻ അങ്ങ് സമർപ്പിച്ചു. ഇനി അടിയുടെ വെയിറ്റും അടിയുടെ വിലയും ഇത്രേ ഉള്ളെന്ന് മനസ്സിലായതുകൊണ്ട് ആമ ആരുടെ മുൻപാകെയും ലജ്ജ കൂടാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ പോകുവിൻ. എവിടെ പോണം? ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേം യഹൂദയും ലോകത്തിന്റെ അറ്റത്തോളം. എന്തിനാ? ജനം കെട്ടപ്പെട്ട് കിടക്കുകയാ. ആമേ സ്വത്രം. നമ്മൾ കൂട്ടായ്മയൊക്കെ നല്ലതാണ് കേട്ടോ, കൂട്ടായ്മയൊക്കെ നല്ലതാണ്. പലപ്പോഴും മറ്റൊരു തന്ത്രമാണ്. നിങ്ങൾ മറ്റേ ഒന്നുമായിട്ട് ചിന്തിക്കരുത്. ഞാൻ ആത്മദാഹത്തിൽ ആ പ്രവചനത്തിന്റെ വെളിപ്പാട് കൈമാറുന്ന മാത്രം. സംഘടന എല്ലാം നല്ലതാണ്. സംഘടനയ്ക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സംഘടനയുള്ള സെക്രട്ടറിമാർക്ക് സന്തോഷമാണ്, നല്ല കാര്യമാണ്. അവർ തന്നിരിക്കുന്ന അവർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കുന്ന നിയമങ്ങൾക്കും വാഴ്ചകൾക്കൊക്കെ അടങ്ങണം, കീഴടങ്ങണം എന്നൊക്കെ ബൈബിൾ പറയുകയാണ്. പണ്ടേയുള്ള അതിരുകൾ നിൽക്കാൻ പാടില്ല. സംഘടനയ്ക്ക് നല്ലത് തന്നെ. അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ സംഘടനയ്ക്ക് നല്ല ഒരു സന്തോഷമാണ്. പക്ഷെ അത് ദൈവിക സന്തോഷമല്ല. അപ്പോൾ ദൈവത്തിന് സന്തോഷം വരണമെങ്കിൽ ആ സംഘടനയുടെ ചായ്വിൽ നിന്നുകൊണ്ട്, സംഘടന ഏത് സംഘടന നിൽക്കുന്നു അവർ അവഗണിക്കരുത് കേട്ടോ. ആ സംഘടനയുടെ ചായ്വിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങണം. സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് കേട്ടോ. കർത്താവ് യേശുക്രിസ്തു ആ സംഘടനയ്ക്കുള്ള ഒരു ദൂതും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആമേൻ, ഒരുവന് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. സംഘടനയെ ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പരിശുദ്ധമാകുന്ന വെളിപ്പാട്. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഒരു ഞാനും വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ എനിക്കൊക്കെ ഈ യേശുവിനെ വിളിക്കാൻ ഒരു യോഗ്യതയുമില്ല. മുരുകനും ഭദ്രകാളിയും ശിവനും ഹനുമാനെയൊക്കെ സേവിച്ചു കിടന്ന നാമം കൊണ്ട് ക്രിസ്തുവെ എന്ന് വിളിക്കുവാനുള്ള അർഹത അവൻ ഒരുക്കി നോക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ശൂലം കുത്തിയും शक्ति में प्राय शक्ति को नाम लेते हुए जाने वाला मुझे उठाकर परमेश्वर अपना आमे स्थिर किए हुए चट्टान के ऊपर खड़ा किया. इस परमेश्वर के दिल से धन्यवाद के साथ हम परमेश्वर की महिमा करते हैं. क्यों करते हैं? അവന്റെ പദവി അത് ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ ബൈജു എന്നുള്ള ജഡിക മനുഷ്യരില്ല. ആത്മാവ് അയക്കുന്ന മനുഷ്യൻ ആത്മാമനുഷ്യനായിട്ട് ഇറങ്ങണം. എന്നതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും ദർശനത്തെ കൈമാറാൻ വേണ്ടിയാ ഈ അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവദാസന്മാരോട് ഞാൻ പറഞ്ഞു, പാസ്റ്റേ ഇവിടെ നടക്കുന്ന നിങ്ങളുടെ പരിചയമുള്ള സ്നേഹിത ദൈവദാസന്മാരെ കൂടി വിളിക്കണം. കാരണം ആ ദർശനം അവർക്കും കൂടി കൈമാറുന്നുവെങ്കിൽ ആ ആത്മഭാരത്തോടെ നമുക്ക് ഒരുമിച്ച് പോരാടാൻ കഴിയുമെന്നേ. ഞങ്ങളുടെ ടീമിൽ വരുന്ന എല്ലാ IPC ചർച്ചക്കോട് ആമേ സ്തോത്രം, ആമേ AG, അതുപോലെ തന്നെ ആമേ ഇതര ആമേ പ്രീശലോ ഇൻഡിപെൻഡന്റ് സഭ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടുന്നത്. ഇപ്പോൾ ഞാനും ആമേ ഉപയോഗിക്കുന്ന കർത്തൃദാസനും അദ്ദേഹം മറ്റൊരു സംഘടനയുടെ ശുശ്രൂഷകനാണ്. ആമേ സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത് ഈ അന്ത്യകാലഘട്ടത്തിൽ ആമേ സകലതും പൊതുവാ. 1-ാം നൂറ്റാണ്ടിൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു സകലതും പൊതുവെന്നാ. അവർ അവിടെ സർക്കിൾ പണിതില്ല. ഈ സർക്കിൾ പണിയുന്നതെല്ലാം ലോകപരമായിട്ടുള്ള മണ്ഡലം. സർക്കിൾ പണിത് ആ സർക്കിളിനെ ഉയർത്തുന്നതെല്ലാം പൈശാചികമാണ്. അതുകൊണ്ട് പൊതുവായി കർത്താവിന് വേണ്ടി ഇറങ്ങണം. കാരണം ഈ സർക്കിളെല്ലാം പണിയുന്നവരെല്ലാം പോകുന്ന സ്വർഗത്തിലാണ്. അവിടെ ഒരു വേർതിരിവില്ല. എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് കൊണ്ട്, നമ്മളെല്ലാം ഒരു ഭവനത്തിൽ പോകാനിരിക്കുന്നത് കൊണ്ട്, നമ്മളെല്ലാം ഒരുവന്റെ ശാഖയായതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പൊരുതാം. ആമേൻ. 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. ആമേൻ. അതിൽ ആമേൻ 1 നഷ്ടപ്പെട്ടു. ആവേശം. അപ്പോൾ ഇടയൻ എന്ത് ചെയ്തു? 99 ഉണ്ടല്ലോ അല്ലേ? 90 നമ്മളങ്ങനെയാ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല. അല്ല പുലിയോ സിംഹോ ഒക്കെ പിടിച്ചോണ്ട് പോയി കാണും. 99 ഉണ്ടല്ലോ, ഒന്നല്ലേ കുറഞ്ഞുള്ളൂ. ആമേ. അത് ചില നാടുകൾ കഴിയുമ്പോൾ 180-നകത്ത് ആമേ ഫീമെയിലൊക്കെ ഉണ്ട്. ആമേൻ. അതെല്ലാം കൊണ്ട് 2-3 പ്രസവിക്കുമ്പോൾ ആമേൻ ഈ 100-ൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ ചിന്ത. നമ്മൾ ഈ 90-50 കൊണ്ട് നടക്കുകയാണ്. എന്നാൽ നല്ല ഒരു ഇടയന്റെ ആമേൻ വേദന എന്ന് പറയുന്നത് 99 ഒരു കൂട്ടായ്മയ്ക്കകത്തിരിക്കുകയാണ്.
യേശു പറഞ്ഞ ആ ദൂതും ശലോമോൻ പറഞ്ഞ ദൂതും കൂടി കണക്റ്റഡ് ആവുമ്പോൾ ഒരു ആത്മീയ സ്ഫോടനം നടക്കുകയാണ്. എന്താണ്? ശലോമോൻ പറയുന്നു, കൂട്ടം വിട്ട് നടക്കുന്നവൻ ചെന്നായുടെ വായിൽ അകപ്പെടും. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വയിച്ചയെ. ശലോമോൻ പറഞ്ഞാണ് സദസ്യവാക്യത്തിൽ, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വയിച്ചയെ അന്വേഷിക്കുന്നു, അവന് കൂടാൻ കഴിയത്തില്ല. അവൻ കൂട്ടം വിട്ട് നടക്കുന്നവൻ ചെന്നായുടെ വായിൽ അകപ്പെടും. അപ്പോൾ 100 എന്നുള്ള ഒരു കൂട്ടമായിരുന്നു. അതിൽ നിന്നും 1 വിട്ടു. ഇടയനറിയാം അവൻ സ്വന്തം ഇഷ്ടത്തിൽ വിധേയപ്പെടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെന്നായുടെ വായിൽ അകപ്പെടും. അവൻ ഈ 99 ഇതൊരു കൂട്ടമായതുകൊണ്ട് അവൻ കൂട്ടായ്മയെ തകർപ്പാൻ ഏതൊരു ശക്തിക്ക്, കൂട്ടായ്മയെ തകർപ്പാൻ സഭ ശ്രദ്ധേയനെ പ്രാർത്ഥിച്ച കൂട്ടായ്മയാ. ഈ കൂട്ടത്തെ കലക്കാൻ ലോകത്തെ ശക്തിക്ക് കഴിയത്തില്ല. അവരുടെ കൂട്ടത്തിനകത്താണ്. പക്ഷേ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞത് ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇതുപോലെ കർണാടകയുടെ 31 ജില്ലയ്ക്കകത്ത് കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ നാളുകൾ നമ്മൾ പ്രാർത്ഥന കഴിക്കാനുള്ളത്. അവരെ കൂട്ടത്തിലേക്ക് കൂട്ടുവാൻ മതഭേദമില്ലാതെ വണ്ണം മലയാളിയോ തമിഴരോ തെലുങ്കരോ കർണാടകരോ ഹിന്ദിക്കാരോ എന്നുള്ള വകഭേദം കാണിക്കാതെ വണ്ണം എല്ലാവരും കർത്താവിന്റെ മക്കളാണ്. നിർഭാഗ്യവശാൽ ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിയിരിക്കുന്നു. കൂട്ടം തെറ്റിയ കുഞ്ഞാണ്. അയ്യോ, അവനെ ഇതിലേക്ക് അയക്കാൻ എന്റെ ഇടയൻ ഇറങ്ങിച്ചെന്ന് അവന് വേണ്ടി കരുതിയത് പോലെ ആ യേശുവിന്റെ മനസ്സ് എനിക്കും നിങ്ങൾക്കും ഈ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാരംഭ സമയത്ത് ഞാൻ കർത്താവിൽ ആ ദൂത് കൈമാറുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നമ്മൾ 11 സ്തോത്രം ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. കഴിഞ്ഞ 2 ദിനരാത്രങ്ങൾ നമ്മൾ 20 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഒരു പോരാട്ടമായിട്ട് ജനചിന്തകളും ഇന്നലെയുള്ള ചിന്തകളും ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം ഇന്ന് പകൽ മറക്കണം. പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സമൂഹത്തിലുള്ള നമ്മളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് ഇവിടെയുള്ള സകലവരും, ഇവിടെ രക്ഷിക്കപ്പെടാത്ത മലയാളി ഉണ്ടെങ്കിൽ മലയാളി രക്ഷിക്കപ്പെടണം. ഇവിടെ രക്ഷിക്കപ്പെടാത്ത തമിഴരുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ഇവിടെ രക്ഷിക്കപ്പെടാത്ത അന്യഭാഷക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടണം. ഇവിടെ ഈ സ്ഥലത്തുള്ള സ്വന്തം നാട്ടുകാരാകുന്ന ലോക്കൽ ആൾക്കാർ അവരെല്ലാം രക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് പ്രാരംഭ സമയം മുതൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും മുദ്ര ചെയ്യുകയും ചെയ്ത് ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ കൂടിക്കൊള്ളണം. കാരണം പ്രാർത്ഥനകൾക്ക് വിഘ്നം വരുത്തുവാൻ ശത്രു ഇങ്ങനെ സഞ്ചരിക്കുകയാ. കഴിഞ്ഞ സമയങ്ങളെല്ലാം പരിശുദ്ധമ കാണിച്ചു. സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയേണ്ടതിന് അവൻ ചുറ്റി സഞ്ചരിക്കുകയാ. ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച 11, നമ്മൾ പ്രാർത്ഥിച്ച 20 ജില്ലകളുടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കായി വിസ്തൃതമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയാ. പ്രാർത്ഥന ബോധമില്ലാത്ത കുഞ്ഞുങ്ങളെ, പ്രാർത്ഥന ബോധമില്ലാത്ത മാതാപിതാക്കളെ, പ്രാർത്ഥന ബോധമില്ലാത്ത പാസ്റ്റർമാരെ, പ്രാർത്ഥന ബോധമില്ലാത്ത സെന്റർമാരെ പിശാച് വേണ്ടു. അത് നമുക്ക് വലിയ ദുഃഖത്തിന് കാരണമാകും. ഇന്ന് പ്രഭാതത്തിൽ ചില ബുദ്ധിമുട്ട് സഭ കേന്ദ്രീകരിച്ച് നടന്നു. അത് വലിയ അനർത്ഥത്തിന് ഹേതുവായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കിവിടെ പ്രാർത്ഥന നടക്കുമായിരുന്നു. ദിവസനെ നടക്കത്തില്ലായിരുന്നു. സർവശക്തനായ ദൈവം ദൈവദാസന്മാരുടെ കണ്ണുനീരാ ആ അനർത്ഥ വ്യസനത്തിന് ഹേതുവാകാതെ കൊണ്ട് പരിപാലിച്ചത്. കാരണം അവൻ അലർന്ന സിംഹം എന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗിക്കുന്നവരെ പിശാചിന് ഭയമില്ല. ആർക്കാ ഭയം? അവൻ പ്രാർത്ഥിക്കുന്നവരെ. കാരണം പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, പ്രസംഗിക്കുന്നവൻ പോയാലേ പ്രസംഗം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വിളിച്ചെങ്കിൽ മാത്രമേ പ്രസംഗം നടത്തുള്ളൂ. എന്നെ ഡൽഹിയിലേക്ക് വിളിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ച അവിടെ കേൾക്കത്തില്ല. ഞാൻ പിന്നെ ഡൽഹിയിലേക്ക് പോകണം. പ്രൈസലോ. എന്നാൽ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു സർക്കിളില്ല. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഡൽഹിയുടെ അന്ധകാര ശക്തികൾ, ആധിപത്യ ശക്തികൾ നിന്റെ പ്രാർത്ഥനയുടെ കരകത്തിനെ അടിയോടയായി തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പിശാച് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ആത്മാവിന്റെ അധികാരം നമ്മൾ അങ്ങ് എടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. മുഴു ലോകത്തിലുമാണ് അധികാരം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 2
രണ്ട് അധികാരത്തിന്റെ മേൽ ശത്രുവിന് ഭയമാണ്. ശത്രുവായി അറിയാതിരിക്കും. ഒന്ന്, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയം. രണ്ട്, ആമേൻ, അന്യഭാഷക്കാരെ ഭയപ്പെടുകയാണ്. ലോകത്തുള്ള സകല ഭാഷയും അവൻ അറിയാം കേട്ടോ. ഏത് ഭാഷയിൽ പറഞ്ഞാലും അവൻ അറിയാം. എന്നാൽ സ്തോത്രം, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനത് മനസ്സിലാക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ ഭാഷയാ. ദൂതന്മാർക്ക് പോലും അതിനെക്കുറിച്ച് തിരിയുന്നില്ലെന്നേ. ദൂതന്മാർക്ക് പോലും അറിയത്തില്ല സ്വർഗീയ ഭാഷ. അന്യഭാഷയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവനത് മനസ്സിലാകത്തില്ല. അന്യഭാഷയോട് പോരാടുവാൻ പരിശുദ്ധമായ ഫലക്കാലം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ എന്നതാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയങ്ങളെ വേർതിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ മുന്നോട്ട് കടന്നു വരും. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നാട്ടെ. പ്രീസലോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രീസലോ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന സ്വന്തം കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കിടത്തിയ ശേഷം നമുക്കൊരു സർക്കിളായിട്ട് കടന്നു വരാം. കസാരയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് താഴെ ഇരിക്കാം. ഇല്ലാത്തവർ കസാരയിൽ തന്നെ ഇരിക്കുക. കാരണം നിങ്ങളുടെ വൈകാരിക എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് പ്രീസലോ അധിക ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി കസാരയിൽ ഇരുന്ന് തന്നെ നിങ്ങൾ പ്രീസലോ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അതായിരിക്കും ഉചിതമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്വത്രമില്ലാത്തവർക്ക് സ്തോത്രം തീർച്ചയായും താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണ 2 ദിനവും പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ 21ാമത്തെ ജില്ലയാകുന്ന മൈസൂറിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു. 22 റേച്ചൂരിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു. 23 രാമകരക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. 24 ഷിമോഗയ്ക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. 25 തുൻകൂറിനായി പ്രാർത്ഥിക്കുന്നു. 26 ഉടുപ്പിക്കായി. 27 ഉത്തര പകൽക്കോട്ടിനായി നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ എത്തുന്ന ദൂരത്ത് നിന്നാൽ മതി. എത്തുന്ന ദൂരത്താൽ ഒരു പോരാട്ടത്തിന്റെ മധ്യത്തിലാണ്. ദേവദാസന് കാലം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇരുന്നാലും മതി കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ മുട്ടിന് പ്രശ്നങ്ങളുള്ളവർ ഞാൻ എണീക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ സർക്കിളായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അല്ല ഇരുന്ന് നമ്മൾ അങ്ങോട്ട് നിരക്കുമ്പോൾ ആ സർക്കിൾ കിട്ടില്ല. അപ്പൊ എണീറ്റിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ക്ലിയർ ആയി എല്ലാവരും ഇരുന്നോ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കോശി പാസ്റ്ററാണ്. ഈ തുറന്നുള്ള 5 ജില്ലയ്ക്കായി കോശി പാസ്റ്റർ മധ്യസ്ഥ വയ്ക്കും. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഇവിടെ നമ്മുടെ ചില ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അവരെ നമ്മൾ ഏൽപ്പിക്കും. കഴിഞ്ഞ 2 ദിവസവും ഞങ്ങൾ ദൈവദാസന്മാർ നമ്മൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാനും അത് പ്രകാരം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഈ അവസാന പീരീഡ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ ജില്ലയ്ക്ക് പോയിട്ടുള്ളവർ നിങ്ങൾ പറയണം, ആ ജില്ലയിൽ നിങ്ങൾ പോയിട്ടുണ്ട്, ആ ജില്ലയിലുള്ള ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തന്നാൽ അനുഗ്രഹമായിരിക്കും. അവിടെ വ്യാപരിക്കുന്ന ശക്തികളും അനാചാര ശക്തികളും എത്ര പോപ്പുലേഷൻ ഉണ്ട്, ദൈവസഭ എത്രയുണ്ട് എന്നൊക്കെ പോയിട്ടുള്ളവർ പറഞ്ഞാൽ നന്ന്. ഇല്ലെങ്കിൽ സാരമില്ല, പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ കോട്ടകളെ ഇടിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പരിശുദ്ധ വെളിപ്പെടുത്തി ഇങ്ങനെയാണ്. യോശുവയുടെ ഒരു സംഘം റൗണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. നമ്മൾ റൗണ്ട് അപ്പ് ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ബലവത്താകുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പരിശോധന നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയങ്ങൾ ഓർമ്മിക്കുകയാണ്. തുടർമാനമായിട്ടൊരു ജില്ല, ആ ജില്ലയുടെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുള്ളവർ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ ജില്ലയ്ക്ക് വേണ്ടി അന്യഭാഷയിൽ കുറേ സമയം നമ്മളങ്ങ് പ്രാർത്ഥിക്കും. നമുക്ക് 1:30-1:45 വരെ സമയമുണ്ട്. അതിനുശേഷം ഒരു ലോട്ടറി ബോക്സ് ഒക്കെ ഉണ്ട്. അതിനോട്ടൊക്കെ നമ്മൾ പോവേണ്ടതുണ്ട്. ദൈവദാസനെ ഈ സമയത്ത് ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മള് 21ാമത്തെ നമ്മുടെ കർണാടകയുടെ ഡിസ്ട്രിക്റ്റായ മൈസൂരിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. വളരെ ഹല്ലേലൂയ, സ്തോത്രം. ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റാണ് മൈസൂർ എന്ന് നമുക്കറിയാം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വലിയ പ്രാധാന്യമുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് മൈസൂർ. ഹല്ലേലൂയ, സ്തോത്രം.
ആമേൻ. അവിടെ ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി ദൈവാത്മാവിനാൽ നടക്കപ്പെടുവാൻ വേണ്ടി, അതാണല്ലോ ഈ പ്രാർത്ഥനയുടെ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരു മനസ്സോട് നമുക്ക് ആ ഡിസ്ട്രിക്റ്റിനെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിന്റെ 4 ദിക്കുകളെയും കർത്താവ് ആമേൻ അനുഗ്രഹിപ്പാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അവിടെ ഒരു ദൈവപ്രവൃത്തി ആമേൻ ദൈവാത്മാവിനാൽ നടക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനതയെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദൈവ സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ ഡിസ്ട്രിക്റ്റില് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവജനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ഹല്ലേലൂയ ആമേൻ അന്യ ആരാധനയുടെ ആമേൻ ശക്തികളും ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവവേലയ്ക്കെതിരെ ദൈവനാമത്തിനെതിരെ വിരോധമായി നിൽക്കുന്ന സകല പ്രവൃത്തികളെയും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം അടിച്ച് ആമേൻ അതിന്മേൽ ഒരു വലിയ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രകാശനത്തെ ആമേൻ തടയുന്ന ആ ദൈവിക ആമേൻ പ്രകാശനങ്ങളെ തടയുന്ന എല്ലാ മേഖലകളുടെ മേലും ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ വചനം അയച്ചുള്ള ആമേൻ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം ആ ഡിസ്ട്രിക്റ്റിന്റെ വെളിപ്പെടുവാൻ എല്ലാവരും ആത്മാവിൽ ഹല്ലേലൂയ അന്യഭാഷയിൽ ആമേൻ ദൈവത്തിന് ആമേൻ മഹത്വം കൊടുത്തുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ പരിശുദ്ധനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായി. എല്ലാ വില്ലേജുകൾക്കായി എല്ലാ ഗ്രാമപ്രദേശങ്ങൾക്കായി എല്ലാ ആമേൻ ഹല്ലേലൂയ ആമേൻ അധികാരികൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ അവിടുത്തെ എംഎൽഎമാർക്കായി പ്രാർത്ഥിക്കാം, എംപിമാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, അവിടെ ഗ്രാമത്തിന്റെ തലവന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ അവിടെയുള്ള ഹല്ലേലൂയ സ്തോത്രം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരോടും ആമേൻ അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതമായ ഒരു ദൈവപ്രവൃത്തി കർത്താവേ ആമേൻ സുന്ദ ഹല്ലേലൂയ ഡിസ്ട്രിക്റ്റിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തി